കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. വീട് പണിയുമ്പോൾ വാനം കുഴിക്കുക, ചിലയിടത്ത് വാരം കുഴിക്കുക എന്ന് പറയും. വീട് പണിയുമ്പോൾ വാനം കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീട് പണിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് കുറ്റിയടിച്ചു, അല്ലെങ്കിൽ ആ സ്ഥലം മാർക്ക് ചെയ്തു, ഉടനെ അവിടെ 2 വാനം കുഴിച്ചു. ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുക. വീട് പണിയാൻ വാനം കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ ആധാരശില സ്ഥാപിക്കുന്നതിനായിട്ട് മണ്ണിൽ കുഴിക്കുന്നതിനെയാണ് നമ്മൾ വാനം വെട്ടൽ അല്ലെങ്കിൽ വാരം കുഴിക്കൽ എന്ന് പറയുന്നത്. ഗ്രഹ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ഗ്രഹനാഥൻ്റെയും ജാതകം പരിശോധിക്കണം. ഇപ്പോൾ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേരിലാണ് വീട് പണിയുന്നത് എന്ന് വിചാരിക്കുക. വല്ല ലോൺ എടുത്തിട്ടൊക്കെയാണ് 2 പേരുടെ പേരിലും ആണെങ്കിലും പ്രധാനമായിട്ട് ഗ്രഹനാഥൻ അവിടെ ഉണ്ടെങ്കിൽ ഈ ഗ്രഹനാഥൻ്റെ ജാതകം പരിശോധിക്കണം. അയാൾക്ക് ഗ്രഹയോഗമുണ്ടോ, ഈ സമയത്ത് എന്തെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളുണ്ടോ, വീട് പണി തീർന്ന് താമസിക്കാനുള്ള യോഗമുണ്ടോ, ഈ നാഥനോ അല്ലെങ്കിൽ നാഥയ്ക്കോ താരബലവും ചന്ദ്രബലവും ഉള്ളപ്പോഴാണ് വാനം കുഴിക്കേണ്ടത്. ഭൂമിയുടെ ഏത് ഭാഗത്തും വാനം കുഴിക്കരുത്. ഒരു 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും പോയിട്ട് ഒരു സൈഡ് മാറ്റിയിട്ടിട്ട് വാനം കുഴിക്കരുത്. വാസ്തുപുരുഷന്റെ ശയനസ്ഥിതി അനുസരിച്ച് ഏത് ഭൂമിയിലും വാസ്തുപുരുഷൻ ഉറങ്ങുന്നുണ്ട്. വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന ദിവസം നോക്കി വാസ്തുപുരുഷന്റെ ശയനസ്ഥിതി, വാസ്തുപുരുഷൻ കിടന്നുറങ്ങുന്ന ആ ഭൂമിയിൽ എങ്ങനെയാണ് വാസ്തുപുരുഷൻ ശയിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ ശയനസ്ഥിതി അനുസരിച്ച് ഒരു പ്രത്യേക സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം വാനം കുഴിക്കുമ്പോൾ. ഈ വാനം വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാനം വെട്ടുമ്പോൾ വാസ്തുപുരുഷന്റെ ഉദരഭാഗത്തിന്, വാസ്തുപുരുഷൻ ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കാം, അങ്ങനെ കിടക്കുമ്പോൾ ഈ ഉദരഭാഗത്തിന് സമീപം ലിംഗം വരുന്ന ഭാഗത്താണ് നമ്മൾ വെട്ടേണ്ടത്. അങ്ങനെയാണ് അതാണ് ഈ വാസ്തുപുരുഷൻ കിടന്നുറങ്ങുന്ന പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ വീട് പണിയാൻ എന്ന് പറയുന്നത്. ആയുധം വാസ്തുപുരുഷന്റെ ശിരസിൽ തട്ടാൻ പാടില്ല. തട്ടിക്കഴിഞ്ഞാൽ നാശമാണ്. ചിലർ വാനം കുഴിക്കുമ്പോൾ വാസ്തുപുരുഷന്റെ തലയിൽ കൊണ്ടിട്ട് ആദ്യത്തെ വാനം കുഴിക്കുക, അവിടെ ആയിരിക്കും ചിലപ്പോൾ അടുക്കള പണിയുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നാശമാണ്, ആ വീട്ടിൽ വസിക്കുന്നവർക്ക് നാശമാണ് ഫലം ഉണ്ടാക്കുന്നത്. മുതുകിൽ തട്ടിയാൽ മാതാപിതാക്കൾക്ക് ദോഷമുണ്ടാകും. ആ വീട് പണിയുന്നത് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് താമസിക്കാനാണ് മകൻ പണിയുന്നതെന്ന് വിചാരിക്കുക. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും മുതുകിലാണ്, വാസ്തുപുരുഷന്റെ മുതുകിലാണ് തട്ടി നമ്മൾ ആദ്യം വാനം പണിയുന്ന തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നാശം ഉണ്ടാവാം. ഇനി ശിരസിലാണ് ആയുധം തട്ടുന്നതെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും ദോഷം ഉണ്ടാവാം, രോഗങ്ങൾ വരാം. ഇതൊക്കെയാണ് സംഭവിക്കുക. സ്ത്രീയുടെ ഗർഭത്തിൽ ബീജം വീണ് ഒരു കുഞ്ഞ് വളർന്ന്, അതായത് സ്ത്രീയുടെ ഗർഭത്തിൽ ബീജം വീണ് കഴിഞ്ഞ് അത് വളർന്നൊരു ശിശു ആവും, ഒരു കുഞ്ഞായി ജനിക്കും. 10 മാസത്തിന് ശേഷം 9 മാസവും 9 ദിവസവും നാഴികയൊക്കെ കഴിയുമ്പോൾ അത് കുഞ്ഞു ജനിച്ച് പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ജനിക്കുന്നത് പോലെയാണ് ഈ വാനം. വാസ്തുപുരുഷന്റെ പൊസിഷൻ നോക്കി വാനം കുഴിച്ച് തറക്കല്ലാകുന്ന വാസ്തുപുരുഷ ബീജം, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വാനം കുഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? തറക്കല്ലിടാനാണ്. അപ്പോൾ ഈ തറക്കല്ലാകുന്ന ബീജം ഈ വാസ്തുപുരുഷന്റെ യോനിയില് ലിംഗത്തിൽ കൊണ്ടുവന്നിട്ട് ആ ഭൂമിയുടെ ഗർഭത്തിൽ പതിച്ചു കഴിയുമ്പോൾ അത് അവിടെ നിന്ന് വളർന്ന് വീടാകുന്നു എന്നുള്ളതാണ് സങ്കല്പവും അതാണ് വിശ്വാസവും. അതുകൊണ്ട് തന്നെയാണ് വാനം കോഴുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാസ്തുപുരുഷന്റെ ഉദരഭാഗത്തിന് സമീപമായിരിക്കണം ആദ്യം വെട്ടേണ്ടത്. എന്നിട്ട് തറക്കല്ലാകുന്ന ബീജം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് അവിടെ കിടന്ന് ഗർഭാശയത്തിൽ വളരുന്ന പോലെ ആ ഭൂമിയിൽ വളർന്ന് എത്രയും പെട്ടെന്ന്, ചിലവരോട് കണ്ടിട്ടുണ്ടല്ലോ, തറ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട് പണിയില്ല, അവിടെ കിടക്കും വർഷങ്ങളോളം ഒരു ശ്മശാന മൂകതയോടുകൂടി. ചിലവരോട് വീട് പണിയുമ്പോൾ പറയും ഇത് 1 വർഷത്തിനുള്ളിൽ പണി തീർന്ന് താമസിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഭൂമിയിലും പല ദോഷങ്ങളുണ്ടെങ്കിൽ പോലും വാങ്ങാൻ ചെന്ന് കഴിയുമ്പോൾ അതിൽ പല ദോഷങ്ങളും തടസ്സങ്ങളും പല ദുരിതങ്ങളും വരാം. അപ്പം നമ്മളൊരു വാസ്തു അതായത് ഒരു വസ്തു വാങ്ങുമ്പോൾ അതിൽ ഗ്രഹം പണിയുമ്പോഴും നമ്മൾ ആദ്യം തന്നെ ആ വാസ്തുവിൻ്റെ പൊസിഷനും അതിൻ്റെ കിടപ്പും എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ പറയുന്ന ബീജം വളർന്ന് പതിച്ച് വീടാകുന്നു. അതാണ് ഒരു ശിശുവായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇത് വീടാകുന്നു എന്നാണ് സങ്കല്പം. വാസ്തുപുരുഷന്റെ ശരീരഭാഗങ്ങൾ എവിടെയാണെന്നും ശയനസ്ഥിതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് നല്ലൊരു വാസ്തുവിദഗ്ധന് അതറിയാനും സാധിക്കും. ഈ വസ്തുവിൽ എവിടെയാണ് വാസ്തുപുരുഷനോട് ഉറങ്ങുന്നത്, എങ്ങോട്ട് തലവച്ചാണ്
ഭാഗത്താണ് വാസ്തുപുരുഷൻ ഉറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നടുക്കിലൊരു കുറ്റി അടിച്ചിട്ട് 4 ഭാഗത്തേക്ക് മർമ്മം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. പക്ഷെ അതിന് പകരമായിട്ട് ആദ്യം ഒരു പ്ലാൻ അങ്ങോട്ട് വരയ്ക്കും. ആ പ്ലാൻ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞിട്ട് ആ പ്ലാൻ അനുസരിച്ച് പോയിട്ട് ആ വസ്തുവിൽ പോയിട്ട് അടിക്കല് വരയ്ക്കല് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ചിലപ്പോൾ നേരെ കൊണ്ടുവന്ന് തറയ്ക്കുന്നത് വാസ്തുപുരുഷന്റെ ശിരസിലായിരിക്കും. പിന്നെ അവിടെ കയറി താമസിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളാവും, ദുരിതങ്ങളാവും, ബുദ്ധിമുട്ടുകളാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വാനം കുഴിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. പ്രഗത്ഭനായ ഒരു വാസ്തുവിദഗ്ധനെ കൊണ്ട് വാസ്തുപുരുഷൻ ഉറങ്ങുന്ന ശയിക്കുന്ന രീതി കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ വാനം കുഴിക്കാൻ.